ഈ ശരത് പവാറിന് NCP അധ്യക്ഷൻ ശരത് പവാറിന് കേന്ദ്ര സർക്കാർ Z+ സുരക്ഷ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നത് എനിക്ക് ആ സുരക്ഷയൊന്നും വേണ്ട, ചാരപ്രവർത്തനത്തിന് വേണ്ടി എൻ്റെ നീക്കങ്ങൾ അപ്പോൾ ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ടാണ് Z+ സുരക്ഷ. ആയിരിക്കും. പിന്നെ അല്ല, ഇയാൾക്ക് എന്ത് ഭീഷണി? ഈ ഇന്ത്യയിൽ അത്യാവശ്യം ഭീഷണിയുള്ള ആളുകളൊക്കെ ഇയാളെ സുഹൃത്തുക്കളാണ് എന്നാണ് പറയപ്പെടുന്നത്. അത് അവധി ഇപ്പോൾ അതിൻ്റെ ആത്മകഥയൊക്കെ വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇയാൾ ആര് കൊല്ലാൻ, എന്തിനു കൊല്ലണം? ഇയാളെല്ലാവരുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ നീക്കങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് Z+ സുരക്ഷ കൊടുത്ത് ഇത്രയും ചിലവിൽ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? വേറെ എന്തൊക്കെയും മാർഗങ്ങളില്ലേ? അല്ല, ഈസിയാ. അത് ഇത് വേണ്ടിയിട്ടായിരിക്കും. രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ഇയാൾ നടത്താതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇത് ഈ കവറുണ്ട് നടപ്പിലാക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ വിചാരിക്കുമ്പോഴല്ലോ മന്ത്രിയൊക്കെ അയാൾ എന്ത് ബുദ്ധിമുട്ടറിയോ? നിങ്ങളിപ്പോൾ ഇങ്ങനെ ജോൺ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ നടക്കാം, ആരും നിങ്ങൾ അന്വേഷിക്കണമെന്നില്ല. നിങ്ങൾ മന്ത്രിയൊക്കെ ആയി പോയാൽ ഓരോ ജില്ലയിൽ പോകുമ്പോൾ നിങ്ങളുടെ പരിപാടികളൊക്കെ അവിടെ ഒരു ബുക്കുണ്ട്, അതിൽ എഴുതി വെക്കണം. അങ്ങനെയാണ് കുര്യൻ പണ്ട് വെട്ടുപോയത്. പിന്നെ കുര്യൻ ആ ബുക്ക് തന്നെ ഉപയോഗിച്ചാണ് എനിക്ക് രക്ഷപ്പെട്ടത്. ഇത് വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ Z+ സുരക്ഷ കൊടുത്തോട് കൂടുന്നതെന്ന് വെച്ചാൽ ഈ ഗോപ്യമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. എന്ത് ചെയ്താലും അത് ഡോവൽ അറിയും. അല്ലെങ്കിൽ ഡോവൽ നീൻ്റെയൊന്നും ആവശ്യമില്ല. പിന്നെ ഇവരെ കണ്ണ് വാളിപ്പോവാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന പണിയാണിത്. അല്ല, ഇയാൾക്കും അങ്ങനെ ഒരു ഭീഷണിയൊന്നുമില്ല. ഇയാൾ ആര് കേട്ടാണ്? അതായത് 3 പേർക്കാണ് ഈ Z+ സുരക്ഷ അനുവദിക്കാൻ തീരുമാനിച്ച വിവരം ആഭ്യന്തര മന്ത്രാലയ വൃത്തമാണ് തന്നെ അറിയിച്ചെന്ന് ശരത് പവാർ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മറ്റ് 2 പേരെന്ന് പറയുന്നത് RSS തലവൻ മോഹൻ ഭാഗവതും കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായുമാണെന്ന മറുപടിയാണ് ലഭിച്ചത്. ഒന്നാമത് വത്സന്തില്ലെങ്കിൽ ചേട്ടൻ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ശരത് പവാറിനെക്കാട്ടും കൂടുതൽ ഭീഷണി മൂപ്പർക്കുണ്ട് കണ്ണൂർ. ഇപ്പോൾ CPM ആയിട്ടുള്ള അടിയല്ലേ ഇല്ലാതായിട്ടുള്ളൂ, ബാക്കി അടികളൊക്കെ എടുക്കുകയാണ് STPക്കാരൊക്കെ ആയിട്ട്. അപ്പോൾ ശരത് പവാറിനെക്കാട്ടും കൂടുതൽ ഭീഷണി മൂപ്പർക്കുള്ളത് മൂപ്പർ കൊടുക്കുന്നതാണ്. അല്ല, അമിത്ഷായ്ക്ക് Z+ സുരക്ഷ അല്ല, അമിത്ഷായ്ക്ക് കൊടുക്കണം. അമിത്ഷായ്ക്കും കൊടുക്കണം. പിന്നെ ആരൊക്കെ പറഞ്ഞത്? മോഹൻ ഭാഗവതും കൊടുക്കണം. ഭീഷണി ഉണ്ട്. ഇയാൾക്ക് എന്ത് ഭീഷണി? അത് ഇയാളെ ഇതാൻ വേണ്ടി, ചാരപ്രവർത്തനത്തിന് വേണ്ടി തന്നെ അയാൾ പറഞ്ഞത് ശരിയാണ്. കേന്ദ്ര റിസർവ് പോലീസ് ഫോഴ്സിൽ നിന്നുള്ള 55 സൈനികരാണ് ഈ പവാറിൻ്റെ സുരക്ഷയ്ക്കായിട്ട് നിയോഗിച്ചിട്ടുള്ളത്. കേന്ദ്ര ഏജൻസികൾ നടത്തിയ വിലയിരുത്തലിലാണ് പവാറിന് സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് കണ്ടെത്തിയെന്നാണ് ഒരു ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന് സുരക്ഷാ ഭീഷണി ഉണ്ടെന്നാണ് പറയുന്നത് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏജൻസികളുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് Z സുരക്ഷ നൽകുന്നത്. ഇനിയിപ്പോൾ സുരക്ഷാ ഭീഷണി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സംഘടിത ടെററിസ്റ്റ് ഓർഗനൈസേഷൻ മാഫിയ സംഘടന ആയിരിക്കില്ല. പല ഇലക്ഷൻ്റെ ഇടയിൽ വല്ല പയ്യന്മാരെ ദ്രോഹിച്ചിട്ട് അവന്മാർ വല്ലാതെ നടക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അതേ ഉള്ളൂ. അതിനൊക്കെ ഇയാളെ ഇത് പ്രൈവറ്റ് ആർമി ഉണ്ട്. നിങ്ങളിവിടെ കാണുന്നതല്ല, ഉത്തരേന്ത്യയിലെ ഓരോരുത്തന്മാർ വരിക, രാഷ്ട്രീയ നേതാക്കന്മാർ വരിക പ്രൈവറ്റ് ആർമി സ്റ്റൺഗണ്ണുമായിട്ടാണ്. അതിന് പ്രൈവറ്റ് ഫോഴ്സ്. രാഹുൽ ഗാന്ധിക്ക് പ്രൈവറ്റ് ഫോഴ്സ് അല്ല പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. SPG പ്രൊട്ടക്ഷൻ ഇല്ലല്ലോ. ഇല്ല. അപ്പോൾ SPG എന്നൊക്കെ പിരിഞ്ഞ ആളുകളുണ്ട്, അവർ പ്രൈവറ്റ് സെക്യൂരിറ്റി ഏജൻസികൾ നടത്തുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രൊട്ടക്ഷൻ തന്നെ ഇവർക്കുണ്ട്. പിന്നെ ഗവൺമെൻറ് പ്രൊട്ടക്ഷൻ ആകുമ്പോൾ പിന്നെ വലിയ പൈസ ചിലവുണ്ടാവില്ല. അതിലുപരി സർവൈലൻസ് നടത്താന്നുള്ളതാണ്. ഇയാൾ ഇപ്പം BJP ഗവൺമെൻറ് ഒരു വൾണറബിൾ പൊസിഷനിലാണ് ഇപ്പം. അത് സത്യമാണ്. ഇൻ്റർനാഷണലായിട്ട് വലിയ ഗൂഢാലോചന മോഡിക്കെതിരെ നടക്കുന്നുണ്ട്. കൊല്ലാൻ സാധ്യതയല്ല, ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ വന്നാൽ മോഡി പിന്നെ എന്താ പറയുക, അമരനായി ജയനായി മാവും. അതവർക്ക് ഇഷ്ടമല്ല. അത് വലിയ അവർക്ക് പിന്നെ അവരുടെ അജണ്ടകളൊക്കെ പാളിപ്പോകും. അപ്പം പരമാവധി ഈ പറയുന്നതിൻ്റെ മാതിരി ഈ ഗവൺമെൻറ്റിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക, അതാണ് ഉദ്ദേശം. അതിൻ്റെ ഒരു കീ ഇയാളാണ്. ഇയാളാൾ കാഞ്ഞ ബുദ്ധിയാണ്. എല്ലാ പ്രതിപക്ഷ പാർട്ടികളായിട്ടും പിണറായി വിജയനെ വിളിക്കാം, സ്റ്റാലിനെ വിളിക്കാം, സാഗ്മേൻ്റെ മോളെ വിളിക്കാം, നാഷണൽ കോൺഫറൻസ് ഫറൂഖ് അബ്ദുള്ളനെ മോൻ ഉമറിനെ വിളിക്കാം. ഇയാൾക്ക് ആരെയും വിളിക്കാൻ പറ്റും. അങ്ങനെ കണക്ഷൻ ഇയാളെ വർഷത്തെ പാരമ്പര്യം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിൽക്കുന്ന ലൈവായി നിൽക്കുന്ന നേതാക്കന്മാരിൽ സീനിയർ മോസ്റ്റ് ഇയാളേ ഉള്ളൂ. അപ്പോൾ ഇയാൾക്കൊരു കമാൻഡിങ് പവർ ഉണ്ട്, അതിലൊരു ബന്ധമുണ്ട്. ഇയാൾ കമാൻഡിങ് പവർ അങ്ങനെ പുറത്ത് കാണിക്കല്ല, ഇയാൾ ബന്ധങ്ങളാണ് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് സമകാലികരായ പലരും രാഷ്ട്രീയം ഉപേക്ഷിക്കുകയും കാലയവനയ്ക്കുള്ളിൽ മറയുകയും ചെയ്തു. ഇനി ലാലു പ്രസാദ് യാദവിനെ പോലുള്ളവരൊക്കെ അവശ നിലയിലായി. പിന്നെ ഇദ്ദേഹം മാത്രമാണ് റേഞ്ചിലുള്ള നേതാവ്. ഇവരെല്ലാം ഒന്നിപ്പിക്കുന്ന ഒരു ഫാക്ടറാണ് ഇയാൾ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇയാൾ ചിലപ്പോൾ പണി കൊടുക്കുന്നുള്ള ഫീലായിരിക്കും. ഈ മറ്റൊന്ന്, ഈ മഹാരാഷ്ട്രയിൽ 2 കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചൊരു 4 വയസ്സുള്ള കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച ഒരു കേസ് ഇപ്പോൾ കത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സുപ്രിയ സൂലെയൊക്കെ പറഞ്ഞു, എൻ്റെ സുരക്ഷയൊക്കെ പിൻവലിക്കൂ, അത് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പോലീസിനെയൊക്കെ നിയോഗിക്കും എന്നൊക്കെ പറഞ്ഞു. വെറുതെ ആളുകളെ കണ്ണുപൊടിയിടാൻ. ഈ ആയമ്മയ്ക്ക് 4 സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ 4 സെക്യൂരിറ്റി ഗാർഡ് എത്ര ജനങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും? പറയുന്നൊരു കോമൺ സെൻസ് വേണ്ട.
ഈ ശ്രീനിവാസ് ഏതോ സിനിമയിൽ വെക്കണ്ടോ വെടിയുന്ന പോലെ പോയി. അത്രേ ഉള്ളൂ എൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് സുരക്ഷ കൊടുക്കുന്നത്, Z+ സുരക്ഷ. അപ്പോൾ ഇദ്ദേഹത്തിന് അതിന് രണ്ട് സാഹചര്യങ്ങൾ. ഒന്ന് ഇയാൾ പറയുന്ന പോലെ ഇയാളെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇയാൾക്ക് പിന്നെ അനങ്ങാൻ പറ്റില്ലല്ലോ. കാറ്റഗറി സുരക്ഷ വന്നു അനങ്ങാൻ പറ്റില്ല, എല്ലാവരും അറിയും. രണ്ടാമത്തത് ഇയാൾക്ക് ചിലപ്പം ഭീഷണി ഉണ്ടാവാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ അധോലോക സംഘത്തു നിന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ തീവ്രവാദികളൊന്നും ആയിരിക്കില്ല, അവർക്കൊന്നും ഇയാളെ കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല. ഇയാൾ അതിന് ഉപദ്രവിച്ച വല്ല കുടുംബമൊക്കെ ഉണ്ടാവും, അതിൽപ്പെട്ട പയ്യന്മാരാരെങ്കിലൊക്കെ ഉണ്ടാവും. ഇയാൾ മഹാരാഷ്ട്രയിൽ മറ്റേ വില്ലത്തരം പൊളിറ്റിക്സ് കളിക്കുന്ന ഒരാളാണ്, പോപ്പുലർ പൊളിറ്റീഷ്യനാണ്. പക്ഷേ ജയിക്കാൻ വേണ്ടി എന്ത് കളി ഇയാൾ കളിക്കും. അങ്ങനെ വല്ലവൻ്റെ അതിന് ഭീഷണി ഉണ്ടാവും, അതായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ എല്ലാവരും തട്ടിയിട്ട് അതും മോഡീൻ്റെ തലയിൽ വേണ്ടാന്ന് വിചാരിച്ചിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. പക്ഷെ അതിൽ ഒന്നാമത് പറഞ്ഞാൽ അവനാണ് സാധ്യത മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ പുള്ളി അതിബുദ്ധിമാനാണല്ലോ, പുള്ളിക്ക് ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് അറിയാൻ പറ്റും. എനിക്കൊന്ന് ഇയാൾക്ക് മഹീന്ദ്രയൊക്കെ ആയിട്ട് കുടുംബബന്ധമുണ്ട്. മോളെ സുപ്രിയ സുഹേനെ ആരൊക്കെ കല്യാണം കഴിച്ച മഹീന്ദ്ര ഫാമിലിയിലേക്കൊക്കെ. ഇപ്പോൾ ഇന്ത്യയിലെ റിച്ച് വേറൊരു ഫാമിലിയാണല്ലോ മഹീന്ദ്ര. അങ്ങനെ കുറേ ബന്ധങ്ങളുണ്ട് ഇയാൾക്ക്. അപ്പോൾ അപ്പോൾ പിന്നെ മാത്രമല്ല, ഇന്ത്യ വിരുദ്ധ ശക്തികൾ പുറത്തുനിന്ന് ഒരാളെ നോക്കി നടക്കുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി അങ്ങനെ പരിചയമില്ലാത്തൊരു ആളാണ്. മാത്രമല്ല രാഹുൽ ഗാന്ധിക്ക് ഒരു പരിധി ഇന്ത്യ വിരുദ്ധനെന്നാവാൻ പറ്റില്ല, വല്ലതും പറയുന്ന പോലെ. അയാൾക്ക് മോഡി വിരുദ്ധതയൊക്കെ ഉണ്ട്, BJP വിരുദ്ധമാണ്. അതിന് ഇന്ത്യ വിരുദ്ധനൊന്നുമല്ല, ആകാൻ പറ്റിയില്ലേ. പക്ഷെ വേറെ പല ആളുകൾക്ക് ആകാൻ പറ്റും. അപ്പന കാര്യം മാത്രമേ നോക്കുന്ന ആളുകൾക്ക് ആകാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പോലെ ഇവരൊക്കെ ഇത്തരം രാഷ്ട്രീയക്കാരെ ബന്ധപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഈ Z+ സുരക്ഷ ഉണ്ടെങ്കിൽ ഇവരൊക്കെ ബന്ധപ്പെടാനൊന്നും മടിക്കും. രണ്ട് ബന്ധപ്പെട്ടാൽ അറിയാൻ പറ്റും. ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും നീക്കമുണ്ട് എന്ന് തോന്നുണ്ടാവും. അങ്ങനെ മോഡി ഗവൺമെൻറ് കുറച്ച് വൾണറബിൾ ആണ് ഇപ്പോൾ. കാരണം ഏത് സമയവും ഒരു ഫിനാൻഷ്യൽ മെൽഡൗണോ ഒരു പോപ്പുലർ അൺറസ്റ്റോ പ്രതീക്ഷിക്കുന്നുണ്ട് അവർ. കാരണം അമേരിക്ക ഭയങ്കരമായിട്ട് എതിരെ. എന്നാൽ പുട്ടിനെ പോയി കെട്ടിപ്പിടിച്ചോട് കൂടിയിട്ട് മോഡി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഒരു കാര്യം ഉൾപ്പെടുത്തുമില്ല. അപ്പം മറ്റേത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും രാഷ്ട്രീയക്കാരൻ ഇങ്ങനെ ആയിരിക്കും. മോഡി ഇവർ പ്രതീക്ഷ പോലെ നല്ല മോഡി പോയത്. മോഡി ഒരു തീവ്ര വലതുപക്ഷക്കാരനാണെന്ന് വിചാരിച്ചാൽ മതി. ഇയാളൊരു സെൻട്രൽ ലെഫ്റ്റ് പൊസിഷനിലേക്കാണ് ആസ് എ പൊളിറ്റീഷ്യൻ ഇയാൾ എമർജ് ചെയ്ത് വരുന്നത്. പിന്നെ ഇവർ പിന്നെ റഷ്യക്കെതിരെ നിൽക്കണമെന്ന് പറയുമ്പോൾ അയാൾ റഷ്യൻ പ്രസിഡന്റിനെ കെട്ടിപ്പിടിച്ചു. ഇത്രയും വലിയ പോപ്പുലാരിറ്റി ഉള്ളത് കൊണ്ട് മറ്റാരെയും പിന്നെ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്ന പോലെ അൺസീറ്റ് ചെയ്യുന്ന പോലെ ഇയാൾ അൺസീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത്തരം സാധനങ്ങളാണ് ഉപയോഗിക്കാൻ സാധ്യത. അപ്പോൾ ഇത് ഓൾറെഡി ഇൻ്റലിജൻസും ഇങ്ങനെ അറിയാമായിരിക്കും. അതുകൊണ്ടാണ് ഇത്തരം ഒരു ആക്ഷനിലേക്ക് അവർ പോയത്, അല്ലെങ്കിൽ ഇത്തരം നടപടിയിലേക്ക് പോയത് എന്നാണ് ന്യായമായും സംശയിക്കേണ്ടത്. ഇദ്ദേഹത്തെ മുൻകാലത്ത് ചില ആരോപണങ്ങൾ ഇദ്ദേഹത്തിനെതിരെയൊക്കെ വന്നിട്ടുണ്ടോ? ചില കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ ചില പ്രവൃത്തികളും ചില ബന്ധങ്ങൾ റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ജീവചരിത്രം എഴുതിയ പുസ്തകങ്ങൾ ഇൻഡയറക്റ്റ് പരാമർശമുണ്ട്. അതുപോലെ ജെറ്റ് എയർവേസിൻ്റെ ഗോയലുമായിട്ട് ഇങ്ങനെയൊക്കെ ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം റിപ്പോർട്ടുകൾ മാത്രമാണ്, കോൺക്രീറ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല, തെളിവുകളില്ല. അപ്പോൾ ഇത്തരം ആളുകൾ പക്ഷെ തെളിവുകളൊന്നും അവശേഷിപ്പിക്കുകയില്ല. അപ്പോൾ ഇതെല്ലാം ഊഹാപോഹങ്ങൾ മാത്രമാണ്. ഇൻ്റലിജൻസിനൊക്കെ ഇത് കൃത്യമായിട്ട് അറിയണ്ടോ. ഊഹാപോഹങ്ങൾ ആർക്കെതിരെ ആർക്കും പറയാം. പക്ഷേ ചില ആളുകൾ എല്ലാവർക്കെതിരെ ആരും വിശ്വസിക്കില്ലല്ലോ. മോഡി ഇന്ത്യയെ പാകിസ്ഥാനെ വിറ്റു എന്നാണ് ആരും വിശ്വസിക്കും ഇല്ല. പക്ഷേ വേറെ ചില ആളുകൾ സ്റ്റാലിൻ പാകിസ്ഥാനുമായി ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ സാധ്യതയുണ്ടോ? ചിലപ്പോൾ വിശ്വസിക്കും. കാരണം ഒരു ഇന്ത്യ വിരുദ്ധത തമിഴ്നാട്ടിൽ ഉണ്ട്. ഇന്ത്യ വിരുദ്ധത ഉണ്ട് തമിഴ്നാട്ടിൽ. ഇന്ത്യ വിരുദ്ധത ഉണ്ട്. അത് പണ്ട് തമിഴ് പുലികളുമായിട്ടുള്ള ആത്മബന്ധത്തിന്റെ പുറത്ത് അതൊന്നല്ല, ഒരു ആന്റി ഹിന്ദി മൂവ്മെന്റ് അതുണ്ട്. ആ ചെറുക്കൻ്റെ ഈ സംസ്കാരത്തെ പറ്റി, സനാതന സംസ്കാരത്തെ പറ്റിയിട്ടുള്ള ചെറുക്കൻ്റെ പ്രസ്താവന, ഇതൊക്കെ നിങ്ങൾ നോക്കുന്ന സമയത്ത് അതിലെ ദ്രവിഡിയൻ പ്രസ്ഥാനത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഇറ്റ് ഈസ് നോട്ട് ഡിക്ലെയർഡ് റൈറ്റ് നൗ. മുമ്പ് അവർ പ്രഖ്യാപിച്ചിരുന്നത് പിന്നെന്താണ്, പിന്നെ ദ്രാവിഡ രാജ്യം സ്ഥാപിക്കുന്നുള്ളത്. അത് അവരുടെ ജീനിലുണ്ട് ആ സംഭവം. അവർക്ക് ഇന്ത്യയോട് വലിയ കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. അവർക്ക് അപ്പന കാര്യം മാത്രമേ ഉള്ളൂ. ഹിന്ദി വിരുദ്ധ സമരം അത് വളരെ ഈ കാമരാജിന്റെ കാലം മുതൽ അല്ലെങ്കിൽ അതിന് മുമ്പ് അതിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ ഈ ദ്രാവിഡ രാഷ്ട്ര സങ്കല്പമാണ്. പിന്നെ ഇന്ത്യനൊക്കെ ആയുധെടുത്ത് പോരാടിയാൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് അവരെ നിൽക്കാത്തത്. അവരുടെ ജീനിൽ അതുണ്ട്. കേന്ദ്രത്തിൽ എപ്പോഴും ദുർബലമായ ഒരു ഭരണ സംവിധാനം വരണമെന്നാണ് അവർ ആഗ്രഹിക്കുക. കേന്ദ്രത്തിൽ ശക്തമായ ഭരണ സംവിധാനം വന്നാൽ അവർക്കത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സ്റ്റാലിൻ
ഇന്ത്യ വിരുദ്ധ ഗൂഢാലോചന ഏർപ്പെട്ടു എന്ന് പറഞ്ഞ ആളുകൾ ചിലപ്പോൾ വിശ്വസിക്കുന്നു വരും. പക്ഷെ മോഡി ഇന്ത്യ വിരുദ്ധ ഗൂഢാലോചനയിൽ ഏർപ്പെട്ടതെന്ന് വിശ്വസിക്കും. അതല്ല ഈ ഒരു BJP നേതാവ് മുസ്ലിം വിരുദ്ധ ഗൂഢാലോചന നടത്തിയെന്നാലും വിശ്വസിക്കും. എന്നാൽ ഈ പറയുന്നതിനെ മാതിരി നമ്മുടെ പാണക്കാട് സിയാദങ്ങൾ മുസ്ലിം വിരുദ്ധ ഗൂഢാലോചന നടത്തിയെന്നാലും വിശ്വസിക്കും ഇല്ലല്ലോ. അതാണ് കാര്യം. അപ്പോൾ ആരെ പറ്റി പറയുന്നു, എന്ത് പറയുന്നു എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ Z+ സുരക്ഷ ഇദ്ദേഹത്തിന് എന്തായാലും ഗവൺമെൻറ് കൊടുത്തിരിക്കുകയാണ്. നമുക്കപ്പം അത് പണിയാണ് പണിയാണ്. ശരി.